ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസൂസ് ടോക്കസ്ട്രേ. ഇന്ന് നമ്മൾ പോകുന്നത് ഓസ്ട്രേലിയയിലെ സൺറൈസ് ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതുപോലെ തന്നെ ഇവിടെ 100-ലധികം വർഷം പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞാലോ? എന്ന് നിങ്ങൾ കേട്ടത് സത്യമാണ്. ഇത് ബൈറഡ് ബേ ലൈറ്റ് ഹൗസ്. കൊളോണിയൽ ആർക്കിടെക്റ്റായ ചാൾസ് ഹാർഡിംഗ് ആണ് 1901 ഈ ലൈറ്റ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്തത്. 2 വർഷം എടുത്തു ഈ ലൈറ്റ് ഹൗസിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാൻ. ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ സൺറൈസ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവിടെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൺറൈസ് കഴിഞ്ഞായിരുന്നു. ഇവിടെ ലൈറ്റ് ഹൗസ് മാത്രമല്ല, കൂടാതെ തന്നെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. 1989 ലൈറ്റ് ഹൗസ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയപ്പോൾ ലൈറ്റ് ഹൗസ് കീപ്പേഴ്സിന്റെ കോട്ടേജ് ആണ് ഇപ്പം നിലവിൽ മ്യൂസിയമായിട്ട് അവർ കൺവേർട്ട് ചെയ്തത്. അവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെന്റ്സും കൂടാതെ തന്നെ അവരുടെ കുറച്ച് സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഓരോ ലൈറ്റ് ഹൗസും ലൈറ്റ് എമിറ്റ് ചെയ്യണത് ഓരോ യുണീക്ക് പാറ്റേൺസിലായിരിക്കും. ഈ യുണീക്ക് പാറ്റേൺസ് വഴിയാണ് ഏത് പ്ലേസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സൺറൈസ് ഫോട്ടോഗ്രാഫിക്കും ഫുൾ മൂൺ ഫോട്ടോഗ്രാഫിക്കും ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്ര അടിപൊളിയാണെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് കയറി കണ്ടാലോ? പണ്ട് കെറോസിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇത് പിന്നീട് 1956 ഇലക്ട്രിക്കലായി. നമ്മൾ ഈ 72 സ്റ്റെപ്സും നടന്നു കയറിയാലേ ഇതിന്റെ ടോപ്പിലെത്തുള്ളൂ. ഈ പോണ വഴിക്കുള്ള ഈ വിൻഡോസിൽ കൂടെയുള്ള കാഴ്ചകൾ കാണാൻ എന്ത് അടിപൊളിയായിരുന്നു എന്നറിയോ? ഈ കാണുന്ന പൈപ്പിൽ കൂടെയാണ് കെറോസിൻ താഴേന്ന് ടോപ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ലൈറ്റ് ഹൗസ് ഷിപ്സ് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഷിപ്സിന് ഒരു വാർണിംഗ് കൊടുക്കാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരു റെഡ് വാർണിംഗ് ലൈറ്റ് ആണത്. ഇവിടുന്ന് 2.5 കിലോമീറ്റേഴ്സ് ദൂരെ കുറച്ച് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ജൂലിയൻ റോക്സ് ഉണ്ട്. പുതിയ ഷിപ്സ് ഒക്കെ വരുമ്പോൾ ഈ റോക്കിനെ ഹിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് വാർണിംഗ് ലൈറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. കവർ കണ്ട് ഒരു ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയാറ്, അതുപോലെയാണ് ഇവന്റെ കാര്യം. ഈ ഒരു കുഞ്ഞു മോട്ടറാണ് 8 ടൺ അല്ലെങ്കിൽ 8000 കിലോഗ്രാമിന് കൂടുതൽ വെയിറ്റ് ഉള്ള ഈ ലെൻസിനെ കറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇവ മാത്രമല്ല കേട്ടോ, ഈ ഒരു ലെൻസ് മുങ്ങിക്കിടക്കുന്നത് ലിക്വിഡ് മെർക്കുറിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര വെയിറ്റ് ആയിക്കോട്ടെ സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ മോട്ടറിന് പറ്റും. ഇതാണ് ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. മുമ്പ് ഞാൻ മെൻഷൻ ചെയ്ത ആ പ്രശ്നക്കാരനായിട്ടുള്ള ജൂലിയൻ റോക്സ് ഇതാണ് കേട്ടോ. മുൻപ് പറഞ്ഞ പോലെ ഓരോ ലൈറ്റ് ഹൗസിനും ഓരോ ലൈറ്റ് പാറ്റേൺസ് ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് പാറ്റേൺ 20 സെക്കൻഡിൽ 4 തവണ, അതാണ് ഇതിന്റെ സിഗ്നേച്ചർ. നമ്മുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാനും നമുക്കിതൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇവിടെ ഒരു വോളണ്ടിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കെറോസിന്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെന്റിലേഷൻ വിൻഡോ ആണെന്ന് ഇത്. അങ്ങനെ നമ്മൾ കയറി ആ 72 സ്റ്റെപ്പും നമ്മളിങ്ങനെ ഇറങ്ങാണ്. അപ്പൊ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ തീരാം. ബൈ ഫ്രം റോസൂസ് ടോക്കസ്ട്രേ.